ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ത്രിബ്ലൈറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്റ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാൻ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ടോ, ഏത് തരം തേർഡ് പാർട്ടി ആണ്, ലവ് പങ്കുവെക്കാൻ വന്ന തേർഡ് പാർട്ടി ആണോ എന്നൊക്കെയാണ് ഞാൻ ഇന്ന് നോക്കുന്നത്. King of Wands, Six of Swords, Page of Wands, Two of Wands, King of Cups, Lovers, Ten of Swords, Three of Swords, Nine of Swords, Devil, World കാർഡ് കിട്ടിയിരിക്കുന്നത്, Ace of Wands, Seven of Cups, The Moon, Death, Three of Pentacles. King of Wands. ഫസ്റ്റ് കാർഡ് കിങ് ഓഫ് വൺസ് ആണ്. ഈഗോ കിങ്ങിന്റെ എനർജിയിലാണ് ആ വ്യക്തി. ഒരു എന്തിനും ഒരു ഈഗോ ആണ് ആ വ്യക്തിക്ക്. ആ വ്യക്തിയുടെ കുറ്റായാലും അത് അംഗീകരിച്ചു തരില്ല. ഈഗോ ആണ്, വെരി ഈഗോ ആണ്. പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തിക്കണം എന്നൊക്കെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ഫുൾ എനർജിയോടുകൂടെ ഒരു കിങ്ങിന്റെ എനർജിയിൽ ഉള്ളൊരു വ്യക്തിയാണ്. നെക്സ്റ്റ് കാർഡ് സിക്സ് ഓഫ് സോഡ് ആണ്. സിക്സ് ഓഫ് സോഡ് എന്ന് വെച്ചാൽ പാസ്റ്റിനെ മറന്ന് മുന്നോട്ട് പോകുന്നു. പാസ്റ്റിൽ കഴിഞ്ഞതെല്ലാം മറന്നുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങാനാണ് ആ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുമായിട്ട് പാസ്റ്റ് കഴിഞ്ഞതെല്ലാം മറന്ന് മുന്നോട്ട് പോകാനാണ് നമ്മൾ നോക്കുന്നത്. എന്താ, തേർഡ് പാർട്ടി ഉണ്ടോ? തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി ഉണ്ട് കേട്ടോ. എല്ലാ കാർഡും തേർഡ് പാർട്ടീൻ്റെ കാർഡൊക്കെയാണ്. അപ്പം സിക്സ് ഓഫ് സോഡാണ്. പാസ്റ്റിനെ മറന്ന് മുന്നോട്ടേക്ക് പോകാൻ ഒരു പരിവർത്തനം വേണം. ഇതിൽ നിന്നുള്ളൊരു പരിവർത്തനം വേണം, ഒരു ആശ്വാസം വേണം. എനിക്ക് നല്ല കോൾഡ് പിടിച്ചേക്കാണ്. അപ്പം ആ വ്യക്തി ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നിൽക്കുകയാണ് ആ വ്യക്തി. ഇതുവരെ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം മറന്നിട്ട് ഒരു പുതിയൊരു മുന്നേറ്റം വേണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് വൺസ് ആണ്. എന്ത് തടസ്സമുണ്ടെങ്കിലും റിസ്ക് എടുത്തിട്ടായാലും നിങ്ങളിലേക്ക് വന്ന് എല്ലാ കാര്യവും ശരിയാക്കണം. നിങ്ങളുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി മുഖാന്തരം നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. തേർഡ് പാർട്ടി ഉണ്ടോ ചോദ്യത്തിന് തേർഡ് പാർട്ടി ഉണ്ട്. ബോട്ടം കിട്ടിയിരിക്കുന്നതും തേർഡ് പാർട്ടി കാർഡാണ്. അപ്പം ഉറപ്പിക്കാം തേർഡ് പാർട്ടി ഉണ്ട്. നമ്മുടെ ടോപ്പിക്ക് തേർഡ് പാർട്ടി ഉണ്ടോ,
ഏതു തരം തേർഡ് പാർട്ടിയാണ് ആണ് നമ്മുടെ ചോദ്യം. ലവ് പങ്കുവെക്കാൻ വന്ന തേർഡ് പാർട്ടിയാണോ എന്നൊക്കെയാണ് നമ്മളെ ടോപ്പിക്ക്. അപ്പം ഡ്യുവോ വൺസിൽ പേജ് വൺസ് എന്ത് തടസ്സമുണ്ടെങ്കിലും റിസ്ക് എടുത്തിട്ട് നിങ്ങളെ പഴയതിലും നല്ല ഒരു ലൈഫാക്കി എടുക്കാൻ വേണ്ടിയിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് വരുവാണ് ആ വ്യക്തി. എന്ത് റിസ്ക് എടുത്തിട്ടായാലും ഞാനത് നേടിയെടുക്കാൻ വരാൻ തയ്യാറായി നിൽക്കുന്നതാണ് ആ വ്യക്തി. സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം വേണം. തേർഡ് പാർട്ടീനെ ആ വ്യക്തി ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് തേർഡ് പാർട്ടീനെ ആ വ്യക്തി തന്നെ ഇതിൽ കൊണ്ട് ഇട്ടതാണെന്നാണ് കാണുന്നത്. തേർഡ് പാർട്ടി ഈ വ്യക്തി ഇല്ലാതെ കണ്ട് നിങ്ങളുടെ വേദന കാണാൻ വേണ്ടിയിട്ടാണ് ഈ തേർഡ് പാർട്ടീനെ ഇതിൽ വലിച്ചിട്ടത്. തേർഡ് പാർട്ടീനെ വലിച്ചിട്ടു. നിങ്ങളുടെ ഈ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്ന് നടിപ്പിക്കാൻ വേണ്ടിയിട്ടെല്ലാം കൂടി നിങ്ങളുടെ ഈ വ്യക്തിയോടുള്ള എൻ്റെ വ്യക്തി വേറൊരാളോട് കളിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ആ പിരിമുറുക്കം ഒന്ന് കാണാനും എന്താ പറയാ, എന്താ അതിന് പറയാ, ക്രൂരവിനോദമല്ല, ഒരു ഉള്ളിൽ മൊത്തം സ്നേഹമാണ് ആ വ്യക്തിക്ക്. എന്നിട്ടും എന്താ പറയാ, അപ്പൊ നിങ്ങളുടെ ഈ വ്യക്തിയോടുള്ള ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടിയോട് ഇഷ്ടമില്ല. പക്ഷേ തേർഡ് പാർട്ടിയോട് ലോകിയെല്ലാം കളിക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു കളി കാണാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി തേർഡ് പാർട്ടീനെ ഇതിൽ വലിച്ചിട്ടിരിക്കുന്നത്. അങ്ങനത്തെ തേർഡ് പാർട്ടിയാണ് ഇതിൽ കാണുന്നത്. ഈ വ്യക്തി തന്നെ തേർഡ് പാർട്ടീനെ വരുത്തിയതാണ്. എക്സ്ട്രാ മാരേജ് റിലേഷൻഷിപ്പ് ആവാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട്. കുറച്ച് ആൾക്കാർ അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട് ഇതിൽ. മൊത്തമല്ല, കുറച്ച് പേര് അങ്ങനെ ഇതിൽ കാണുന്നു. നിങ്ങളെ വേണമെന്ന് വെച്ചിട്ടൊരു പരിഹസിക്കുക, നിങ്ങളെ ഒന്ന് വേദനിപ്പിക്കുക, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല, എനിക്ക് നീ ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെയെല്ലാം ഇവിടെ കാണിച്ചിട്ടെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആ വ്യക്തിയുടെ ഹേർട്ടാണ് നിങ്ങൾ. ആ വ്യക്തിയുടെ ഹേർട്ട് എന്ന് പറഞ്ഞാൽ അത്രക്ക് ഹേർട്ടാണ്. ഇവിടെ 2 ഓഫ് കപ്പ് കിട്ടിയിട്ട് കാണുന്നില്ലേ, ആ വ്യക്തിയുടെ ഹേർട്ടാണ് നിങ്ങൾ. എന്നിട്ടും ആ വ്യക്തി എന്താണ് ഒരു ഉള്ളിൽ സ്നേഹവും വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ എന്തൊക്കെ പരാക്രമം കാണിക്കുന്നു നല്ല നോക്കാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടിയോടൊന്ന് സ്നേഹം നടിക്കുന്നത്. നിങ്ങളെ വിളിച്ച് അല്ലാതെ ഉള്ളൊരു കളിയല്ല. അങ്ങനെ എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ പരാക്രമം കാണിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാ ചെയ്യാന്നുള്ളതെന്ന് കണ്ട് രസിക്കാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടീനെ വലിച്ചിട്ടിട്ട് പ്രശ്നമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇപ്പം രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. രണ്ടുപേരും സെപ്പറേറ്റ് ആയി. അത് കളി കാര്യമായ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. കളി കാര്യമായി. നെക്സ്റ്റ് 2 ഓഫ് വൺസ് ആണ്. ഒരുപോലെ സ്നേഹം. ഒരു സോൾമേറ്റോ അത്രയും ഡീപ്പായ ബന്ധമാണെന്നുള്ളത് അറിയാം. എന്നിട്ടും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നല്ല ദുഃഖത്തിലാണ്. നിങ്ങൾ കളി കാര്യമായി. നിങ്ങൾക്കത് ശരിക്കും അങ്ങോട്ട് നിങ്ങൾ മൈൻഡാക്കാൻ പോയില്ല. കിങ് ഓഫ് കപ്പ് സ്നേഹത്തിൽ വിജയിച്ച വ്യക്തിയാണ്. സ്നേഹിക്കാനല്ല ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നിങ്ങളെ ഒരു കുരങ്ങ് കളിപ്പിക്കുന്നൊരവസ്ഥ. ആ വ്യക്തി സ്നേഹത്തിൽ വിജയിച്ച ഒരു വ്യക്തിയാണ്. കിങ് ഓഫ് കപ്പ്
നിങ്ങളിപ്പം നല്ല ബൗണ്ടറി വെച്ചിട്ടാണ് ആ വ്യക്തിനെ അടുപ്പിക്കുന്നില്ല, ആ ഭാഗത്തേക്ക് നിങ്ങൾ പോകുന്നില്ല. അപ്പോഴാണ് ആ വ്യക്തി ആരെയാണ് പഠിപ്പിക്കാൻ വിചാരിച്ചത് നിങ്ങളാ, പക്ഷെ പഠിച്ചത് ആ വ്യക്തിയാണ്. മനസ്സിൽ ഒരുപാട് സ്നേഹം ഇങ്ങനെ പിന്നെ അണ പൊട്ടി ഒഴുകുന്നൊരവസ്ഥയാണ്, തുളുമ്പുന്ന അവസ്ഥ. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് പ്രകടിപ്പിക്കേണ്ടിക്ക് നിങ്ങൾ മൈൻഡ് ചെയ്യാനേ പോകുന്നില്ല. ആ വ്യക്തി പഴയ കാര്യങ്ങൾ ഇങ്ങനൊന്നും ചെയ്യേണ്ടായിരുന്നു. ഇത് കളി കാര്യമായ അവസ്ഥയായത് നോക്കുമ്പോൾ ആ വ്യക്തിക്ക് ഇപ്പോൾ ഉറക്കമില്ല. ആ വ്യക്തിക്ക് ഒന്നും, ആ വ്യക്തിയുടെ എല്ലാം തകിടം മറിഞ്ഞ അവസ്ഥയിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് കപ്പാണ്. അല്ല, ലവേഴ്സ് ആണ്. ലവേഴ്സ് വെച്ചാൽ അത്രയും ബോണ്ടിങ് ആണ്. ലവേഴ്സ് വെച്ചാൽ അറിയാലോ, രണ്ടുപേർക്കും നിങ്ങൾക്കും അങ്ങോട്ട് നല്ല അട്രാക്റ്റാണ്. ആ വ്യക്തിനെ കണ്ട മാത്രമേ അട്രാക്റ്റാണ്, രണ്ടുപേർക്കും അട്രാക്റ്റാണ്. പക്ഷേ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തു എന്ന് മാത്രമേ തന്നെ നിങ്ങൾ ഉൾവലിയാൻ തുടങ്ങി. നിങ്ങൾ മൈൻഡ് ചെയ്യാൻ പോണില്ല, നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ഇപ്പം പാഠം പഠിക്കുന്നത് ആ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല, അതാ അവസ്ഥ. ആ വ്യക്തിക്ക് എങ്ങനെയും നിങ്ങളോടൊന്ന് വന്ന് സംസാരിച്ചിട്ട് ഇതെന്താ തേർഡ് പാർട്ടീനെ വലിച്ചീത്തിൽ ഇടുകയും ചെയ്ത് തേർഡ് പാർട്ടി കളി കാര്യമാവുകയും ചെയ്തു. തേർഡ് പാർട്ടിയോട് ഇഷ്ടമില്ല, പക്ഷെ തേർഡ് പാർട്ടിയോട് എനിക്കൊരു ഇതെല്ലാം ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്ന എന്തോ ഒരു സംഭവം നിങ്ങളെ കൺമുന്നിൽ ആ വ്യക്തി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ നിങ്ങൾക്കും അറിയാം ആ വ്യക്തിൻ്റെ കളിയാണ് ഇത് എന്നുള്ളത് അറിയാം. പക്ഷെ നിങ്ങളുടെ ഉള്ളുകൊണ്ട് എനിക്ക് ഭയങ്കര ഡൗട്ടാണ് എന്ന തരത്തിൽ നിങ്ങൾ മാറി നിൽക്കുകയാണ്. നെക്സ്റ്റ് 10 ഓഫ് സോഡാണ്. എല്ലാ തരത്തിലും ആ വ്യക്തി വളരെ വേദനിച്ചിട്ട്, ആ വ്യക്തിയുടെ ഡീപ്പായ വേദനയിലാണ് ആ വ്യക്തി ഇപ്പം കടന്നു പോകുന്നത്. ആ വ്യക്തിക്കൊന്നും സഹിക്കാൻ പറ്റാത്ത വേദനയിലാണ് ആ വ്യക്തി ഇപ്പം കടന്നു പോകുന്നത്. നെക്സ്റ്റ് 3 ഓഫ് സോഡാണ്. ഹൃദയം തകർന്ന വേദന. അത്രയും നിങ്ങളത് കളി കാര്യമാക്കി എന്ന് മനസ്സിലാക്കിയപ്പം ആ വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഹൃദയം പൊട്ടുന്ന വേദന, 3 സോഡ് കുത്തി ഇറക്കിയ വേദനയിലാണ് ആ വ്യക്തി ഇപ്പം കടന്നു പോകുന്നത്. ഒരു തരത്തിലും നിങ്ങളെ കണ്ണടച്ചാൽ നിങ്ങളുടെ മുഖം, നിങ്ങളിത് കളി കാര്യമാക്കി എടുത്തോ, ഇത് തമാശയിൽ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. എന്നെ എത്ര ഇമ്പോർട്ടൻ്റ് ആക്കിയിട്ടാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. തേർഡ് പാർട്ടിയോടൊരു കളിക്കുമ്പം നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ദേഷ്യവും കുശുമ്പും അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി തേർഡ് പാർട്ടിയോടൊരു ലൈനാണ് എന്നുള്ള ഭാവത്തിലെല്ലാം ഒന്ന് കളിച്ചു നോക്കിയത്. പക്ഷെ അത് നിങ്ങൾ വഴിമാറി നടക്കാൻ തുടങ്ങി. ആ വ്യക്തിനെ അടുത്തോട്ടേ പോകുന്നില്ല, ആ വ്യക്തിക്ക് മുഖേ കൊടുക്കുന്നില്ല. അപ്പം അതാണ് ഇവിടെ കാണുന്നത്. അത്രയും ഹാർട്ട് ബ്രേക്കിലൂടെ ആ വ്യക്തി കടന്നു പോകുന്നു. ഒരു വിശ്വാസ വഞ്ചന, ഒരു മാനസിക ബുദ്ധിമുട്ട്, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ. ആ വ്യക്തിയുടെ ദിനചര്യ മൊത്തം താറുമാറായ അവസ്ഥയാണ്. ജോലിയിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് 9 ഓഫ് സോഡാണ്. മാനസികമായി തകർന്ന അവസ്ഥ, വല്ലാത്ത ഉത്കണ്ഠ, പേടി സ്വപ്നെല്ലാം കാണുന്നു. നിങ്ങളിങ്ങനെ വഴിമാറി നടക്കുന്നത് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. എപ്പോൾ ഇങ്ങനെ നിങ്ങളെ വയ്യേ പോകുന്നതാണ്. ഇപ്പം നിങ്ങളെന്താ ഇത് മാറി തേർഡ് പാർട്ടിനെയും കൊണ്ട് ഓടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വഴി അങ്ങ് പോയി. അത് ആ വ്യക്തിക്ക് അത് ചിന്തിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ഇത്രയും ഇങ്ങനെയല്ല, എങ്ങനെയൊക്കെ നടക്കുന്നു, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു, അതൊന്നും വിശ്വസിക്കാൻ ആ വ്യക്തിക്ക് പറ്റുന്നില്ല. ആ വ്യക്തിക്ക് ഉറക്കമില്ല. ഞാൻ ഇങ്ങനെയാണ് കാണിച്ചത് വെറും അബദ്ധമായി പോയോ, ഈഗോ കാരണം മാപ്പ് പറയാനും പറ്റുന്നില്ല, അല്ലാത്ത കുറ്റബോധം, എന്താ കളി കാര്യമായോ എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത്. 9 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ അത്രയും വേദനയിലൂടെ കടന്നു പോകുക. അത്രയും വേദനയായിട്ട് ആ വ്യക്തി നിങ്ങളോടിപ്പം ഞാൻ ഇതെല്ലാം തമാശക്ക് കളിച്ചാണെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനത്തെ കാര്യമാണോ തമാശക്ക് കളിക്കാം?
അപ്പം അങ്ങനെ കളികാര്യമായ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഹൃദയം തകർന്ന വേദനയോടുകൂടിയാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങളായിട്ടെല്ലാം പോകുന്നുണ്ട്. മാറി നിൽക്കുകയാണ്. വിചാരിക്കാത്ത ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന തേർഡ് പാർട്ടീനെ അവിടെ കാണുന്നത്. തേർഡ് പാർട്ടി അത് മുതലെടുക്കുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തിന്റെ മനസ്സിൽ ഈ വ്യക്തിക്ക് അറിയാം എനിക്ക് അങ്ങനെ ഒരു ഇതും ഇല്ല എന്നുള്ളത്. നെക്സ്റ്റ് വേൾഡ് കാർഡാണ്. ഉദ്ദേശിച്ച എല്ലാ നേട്ടങ്ങളും നേടും. ഒരു യാത്രയെല്ലാം പോകണം നിങ്ങളെയും കൊണ്ട് എന്നെല്ലാം ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടം ആ വ്യക്തിക്ക് നിങ്ങളെയാണ്. ഇവിടെ ലവേഴ്സ് ഉണ്ടല്ലോ, ലവേഴ്സ് പോലത്തെ സ്നേഹമാണ്. നിങ്ങളുടെ കൂടെ തന്നെ ഒരു ഫുൾഫിൽമെന്റ് കൊണ്ടുവരണം. വെരി ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ ഈ വെരി ഇൻട്രസ്റ്റും വെച്ചിട്ട് ഒരു കോമാളി കളി കളിക്കുമ്പോൾ ഈ തേർഡ് പാർട്ടിയോട് കളിച്ചതാണ് ഇതെല്ലാം കാര്യം. തേർഡ് പാർട്ടി ആ സമയം നോക്കിയിട്ട് തേർഡ് പാർട്ടി മുതലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഭാഗത്ത് പോകുന്നുമില്ല. ആ വ്യക്തി എല്ലാ വാല്യൂ നൽകുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. എൻ്റെ ജീവിതം അവസാനിക്കുന്നവരെ നിന്റെ കൂടെ തന്നെ എനിക്ക് വേണമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ആ വ്യക്തി ഉള്ളത്. പക്ഷേ ഇവിടെ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കത് ശരിക്കും അങ്ങോട്ട് വേദനയായിട്ടുണ്ട്. നെക്സ്റ്റ് ഏസ് ഓഫ് വൺസ് ആണ്. പരിശുദ്ധമായ പ്രണയമായിട്ടാണ് കാണുന്നത്. പരിശുദ്ധമായ പ്രണയമാണ്. ലവേഴ്സ് ആണ്. സോൾമേറ്റോ അങ്ങനെ സോൾ ടു സോൾ ബന്ധാണ്. ഒരു പുതിയ തുടക്കം വേണം. പഴയ ഇതെല്ലാം മാറിയിട്ട് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. വേറെ ആരെയും ആ വ്യക്തി ക്ഷണിക്കാൻ കഴിയില്ല. വെറുതെ കോമാളി കളിച്ചതാണ്. എൻ്റെ ലൈഫിൽ നിന്നെ മാത്രമേ ഞാൻ ക്ഷണിക്കുകയുള്ളൂ എന്നൊക്കെ പറയണം. പക്ഷെ ഈഗോ ആണ്, അങ്ങനെയൊന്നും പറയാനും പറ്റൂല. മനസ്സുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പല പല വഴിയും തിരയുന്നുണ്ട്. മെന്റലി പായുന്ന പോലെയാണുള്ളത്. എങ്ങനെയെല്ലാം എത്തിപ്പെടാൻ പറ്റും എന്നൊക്കെ നോക്കുന്നുണ്ട്. നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പലരും ഇടപെടുന്നുണ്ട്. അതിന് ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നെക്സ്റ്റ് 7 ഓഫ് കപ്പാണ്. തെറ്റിദ്ധാരണ. ഒരുപാട് ചോയ്സ് ആ വ്യക്തിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി അതൊന്നും ചെവി കൊടുക്കുന്നേ ഇല്ല. നിങ്ങൾ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല എന്ന മൈൻഡില് തേർഡ് പാർട്ടീനെ മൈൻഡാക്കി ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി. ആ വ്യക്തി എന്തിനുണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തിൻ്റെ ഉള്ളിൽ നിങ്ങളപ്പോൾ കാണിക്കുന്ന ടെൻഷനും നിങ്ങൾ കാണിക്കുന്ന ഈ വ്യക്തിയോടുള്ള ആ സ്നേഹം കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോട്, എൻ്റെ വ്യക്തി മറ്റുള്ളവരോട് അടുക്കുന്നത് ആർക്കെങ്കിലും പിടിക്കും. അപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു വിമിഷ്ടവും ദേഷ്യവും അതൊക്കെ കണ്ടിട്ടൊന്ന് സന്തോഷിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി ഇങ്ങനെ ഒരു കളി കളിച്ചത്. അതിപ്പം ആ വ്യക്തിക്ക് തന്നെ പ്രശ്നമായി മാറിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു തൃപ്തികരമല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്കൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നു. നിങ്ങൾക്കത് സഹിക്കാൻ പറ്റിയിട്ടില്ല. ആ വ്യക്തി അത് തമാശ രൂപത്തിൽ ചെയ്താലും നിങ്ങൾക്കത് ശരിക്ക് വിഷമമുണ്ടാക്കി. നിങ്ങൾ നിങ്ങളുടെ വഴിയേ മാറിപ്പോയി. നിങ്ങളുടെ വഴിക്കേക്ക് പോയി. നിങ്ങൾ നഷ്ടമായി പോയി എന്നുള്ള ടെൻഷനിൽ ആ വ്യക്തിക്ക് ഇവിടെ 3 ഓഫ് സോഡ് അത്രയും വേദന അനുഭവിക്കുകയാണ് ആ വ്യക്തി. 3 സോഡ് കുത്തിയിറക്കിയ വേദനയിലാണ് ഇപ്പം ആ വ്യക്തി കഴിഞ്ഞു പോകുന്നത്. നിങ്ങളെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല. അത്രക്ക് വഴിമാറിയിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങളെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ ആ വ്യക്തി തേടുന്നുണ്ട്. ആ വ്യക്തിക്ക്
പറ്റിയ ഏറ്റവും വലിയൊരു ചതിയായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ആ വ്യക്തിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മെന്റലാവും എന്നാണ് ആ വ്യക്തി പറയുന്നത്. നെക്സ്റ്റ് 7 ഓഫ് കപ്പ്. അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. ഒരാൾക്കാരുമായിട്ട് എനിക്ക് ഒരു കണക്ഷനും വേണ്ടെന്ന് ആ വ്യക്തി പറയുന്നത്. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. എനിക്ക് ഇനി ഒരു കണക്ഷനും വേണ്ട, എല്ലാവരും ഒഴിവാക്കിയിട്ട് വിടുക എന്നാ വ്യക്തി. നെക്സ്റ്റ് മൂൺ കാർഡാണ് ഭയം. നിങ്ങൾ വിട്ടുപോകുക, നിങ്ങൾ വേറെ ആരും കൂടെ പോവുക, നിങ്ങളുടെ സ്നേഹം വേറെ ആരെങ്കിലേക്കും ഒഴുകി പോവുക എന്നൊക്കെ മനസ്സിൽ അങ്ങനെ ടെൻഷൻ അടിച്ച് ചാവുകയാണ് ആ വ്യക്തി. മൂൺ കാർഡിൽ എന്ന് പറഞ്ഞാൽ ഭയം. നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് വേറെ ആയിരിക്കും കൊടുക്കുമോ സ്നേഹം എന്നൊക്കെ ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെ ഉറങ്ങാനും പറ്റുന്നില്ല. അത്രയും ഡിപ്രഷനിലൂടെ കടന്നു പോവാണ് ആ വ്യക്തി. ആ വ്യക്തിക്ക് മൂൺ കാർഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയാന്ന്, ഡൗട്ട് ചെയ്യുക. നിങ്ങൾ ആരെ കാണാൻ പോകുന്നു, നിങ്ങളുടെ വഴിയോ പലരോടും അന്വേഷിക്കുകയാണ്. എന്താണ് ഒരു തരത്തിൽ ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഏത് വഴിക്ക് തിരിയുന്നു, നിങ്ങളെ ആരൊക്കെ കാണാൻ പോകുന്നു, ഒന്നും ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. ആ വ്യക്തിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ആ വ്യക്തിയുടെ ഹെൽത്ത് നോക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ആ വ്യക്തി തന്നെ വരുത്തി വെച്ച വിനയാണ്. നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷെ ഇത് കളി കാര്യമായി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡെത്താണ്. ഇപ്പോൾ ഉള്ള ഈ സിറ്റുവേഷൻ എല്ലാം അവസാനിച്ചിട്ട് ഒരു പുതിയ പുനർജന്മം വേണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം ഒന്ന് ഈ ഒരു കാലഘട്ടമേ ഒന്ന് മാറി മറിഞ്ഞ് എനിക്കൊരു പുനർജന്മം ആയിട്ട് നിങ്ങളുമായിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം എന്നെല്ലാം ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് 3 ഓഫ് പെൻഡിക്കിളാണ്. മറ്റുള്ളവർ രണ്ടുപേരും തെറ്റിയിട്ട് കാണുമ്പോൾ മറ്റുള്ളവർ അത് കൂടുതൽ അത് ഉള്ളതിലും കൂടുതൽ വെറുപ്പിക്കാനാണ് മറ്റുള്ളവരെല്ലാം ശ്രമിക്കുന്നത്. ഒന്നിലധികം പേരെല്ലാം പറയുന്നുണ്ട്. രണ്ടിനെയും തെറ്റിക്കാണാനാണ് ആൾക്കാർ നോക്കുക. ഒരാൾ നിങ്ങൾ തമ്മിൽ തെറ്റീനെന്ന് കാണുമ്പോൾ അവർക്ക് ഉള്ളുകൊണ്ട് സന്തോഷമാണ്. അപ്പം മറ്റുള്ളവരെല്ലാം കുടുംബത്തിലുള്ളവരും എല്ലാം കൂടി ഈ വ്യക്തിനെ ഇറിറ്റേഷൻ ആക്കുന്നത്. മനസ്സിന് ഒരു ഉറക്കില്ല, അതിൻ്റെ കൂടെ പല സമ്മർദ്ദങ്ങളും വരുന്നു, പറഞ്ഞു കൊടുക്കുന്നു, ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പലരും ഉപദേശിക്കുന്നു. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കാണാനാണ് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത്. അപ്പം ഇപ്പോഴാ വ്യക്തിക്ക് നല്ല കുറ്റബോധമുണ്ട്. ആകെ എന്താ പറയാ, ആകെ തളർന്ന് തരിപ്പണായിട്ടാണ് ആ വ്യക്തി ഉള്ളത്. ഇപ്പോൾ ഇതെല്ലാം സംഭവിച്ചത് എൻ്റെ ബുദ്ധിമോശം കൊണ്ടാണല്ലോ എന്ന് ഓർത്തിട്ട് ആ വ്യക്തി കുറ്റബോധം കൊണ്ട് കരയുന്ന ഒരവസ്ഥ. രാത്രിയല്ല ആ വ്യക്തി എഴുന്നേറ്റിരുന്ന് കരയുന്ന അവസ്ഥയാണ്. നിങ്ങളെ പാഠം പഠിപ്പിക്കണം എന്ന് കരുതിയാണ് ഇതൊക്കെ ചെയ്തത്. നിങ്ങളെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് നിങ്ങളെ ഒരു വേദനിച്ച് ഈ വ്യക്തിയിലേക്ക് അങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോകുന്നത് കണ്ടിട്ട് അത് ആ വ്യക്തിയുടെ ഉള്ളിൽ സ്നേഹം കൊണ്ടാണ് ഒരു മാതിരി ഒരു ക്രൂര വിനോദം പോലെ ചെയ്തതാണ്. പക്ഷെ അത് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്ന ആ വ്യക്തി ചിന്തിച്ചിട്ടേ ഇല്ല. തേർഡ് പാർട്ടി ആ സമയത്തോ പല മാജിക്കും കാണിച്ചിട്ട് ആ വ്യക്തിനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി അങ്ങനെ ഒട്ടും ചിന്തിച്ചിട്ടില്ല. തേർഡ് പാർട്ടിനെല്ലാം ചവിട്ടി ആ വ്യക്തി പുറത്താക്കി കഴിഞ്ഞു. അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. തേർഡ് പാർട്ടീനെ വേണ്ടിയിട്ട് തേർഡ് പാർട്ടീനെ അങ്ങനെ ഒന്നും ചെയ്തതല്ല. നിങ്ങളെ ഒരു കളി കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. തേർഡ് പാർട്ടീനെല്ലാം ചവിട്ടി പുറത്താക്കിയിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇത്രയും വേദനിച്ച് ഒഴിഞ്ഞു മാറിപ്പോകുന്ന ആ വ്യക്തി സ്വപ്നം വിചാരിച്ചിട്ടില്ല.
ഇത്രയും ദുഃഖിച്ചിട്ട് എങ്ങോട്ട് തിരിയണം, എന്ത് ചെയ്യണം, എന്താണ് ആക്ഷൻ എടുക്കേണ്ടതെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. ഇനി നിങ്ങൾ മറ്റാരെങ്കിലും കൂടെ അട്രാക്റ്റ് ആയി പോവോ എന്നൊക്കെയുള്ള പേടിയാണ് ഈ മൂൺ കാർഡിൽ പറയുന്നത്. അത്രയും ആ വ്യക്തി ഭയപ്പെടുന്നു. ഇപ്പം മാനസികമായും ശാരീരികമായും മനസ്സിന് നമുക്ക് ബുദ്ധിമുട്ടായാൽ തന്നെ ശാരീരികമായും ഉറക്കക്കുറവും എല്ലാം പിന്നെ വരുന്നത് ജോലിയിലും എല്ലാം തകർച്ചയാ വരിക. മനസ്സിന് സന്തോഷമില്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എല്ലാ ദിനചര്യയും താറുമാറാവും. നിങ്ങളില്ലാത്ത ആ വ്യക്തിക്ക് ഒരു ഫ്രണ്ട്സിനെ പോലും കാണാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. അത്രയും ആ വ്യക്തി പഠിപ്പെത്തിപ്പോയി. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെങ്കിലും ആ വ്യക്തി കറക്റ്റ് പഠിച്ചിരിക്കുകയാണ്. ആ വ്യക്തിയുടെ എല്ലാമായിട്ട് നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് വേണം. ആ വ്യക്തിക്ക് അത് നിങ്ങളോട് വന്ന് പറയണം. ഇതൊക്കെ എങ്ങനെ പറയും? ഈഗോ ഉള്ള വ്യക്തിയാകുമ്പോൾ എങ്ങനെ ഇതൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്നു? ആ വ്യക്തിക്ക് തന്നെ അറിയില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. എങ്ങനെയല്ല നീ സ്നേഹം തരേണ്ടത്? സ്നേഹമുണ്ട്, സ്നേഹം ഒരുപാടുണ്ട്. പക്ഷെ അതെങ്ങനെയെല്ലാം തരണം? ഇത് പറഞ്ഞാൽ വിശ്വസിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടിയാണ് ക്ഷണിച്ചു വരുത്തിയേക്കുന്നത്. നിങ്ങളില്ലാത്ത ജീവിതം ആ വ്യക്തിക്ക് ചിന്തിക്കാനേ പറ്റില്ല. അത്രയും തേർഡ് പാർട്ടീനെല്ലാം ചവിട്ടി പുറത്താക്കിയിട്ട് ആ വ്യക്തി നിങ്ങളെ ദേഷ്യം മാറ്റിയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സോട് മാനിഫെസ്റ്റ് ചെയ്യാണ്. മഹാവിഷ്ണുവിനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം മഹാവിഷ്ണു പറയുന്നത് നിങ്ങളെ രണ്ടുപേരും ജന്മജന്മാന്തരങ്ങളിൽ ഒന്നായി ജീവിക്കേണ്ടവരാണ്. നിങ്ങളിങ്ങനെ തമ്മിൽ തല്ലി ജീവിക്കേണ്ടവരല്ല എന്നാണ് മഹാവിഷ്ണു പറയുന്നത്. യു ആർ മൈ വേൾഡ്. നീയാണ് എൻ്റെ വേൾഡ് എന്ന് പറയുന്നത്. ഐ ഹൈഡ് ഹു ഐ റിയലി ആം ഫ്രം യു. ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിന്നിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചു. ദി ടൈമിംഗ് ജസ്റ്റ് വൺ റൈറ്റ് ഫോർ എസ്. നമ്മുടെ സമയം ശരിയായിരുന്നില്ല. ഐ ഫീൽ യു ലിവിങ് മീ ബിഹൈൻഡ്. നീ എന്നെ വിട്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഐ വിൽ വെയിറ്റ് ഫോർ എ സൈൻ ഫ്രം യു. ഞാൻ നിന്നിൽ നിന്നും ഒരു അടയാളത്തിനായി കാത്തിരിക്കും. തൃശ്ശൂർ എം. ട്രാവൽ ബിസിനസ്. എ. കാസർഗോഡ്. പി. അത്തം. പൂരുട്ടാതി ഡ്രൈവർ. അക്കൗണ്ടന്റ് രേവതി. വയനാട് സി. ട്വിൻ ഫ്ലൈം പൂരാടം. ഒക്ടോബർ പൂരം. പുണർദം ഫെബ്രുവരി. പൂയം മാർച്ച്. പാലക്കാട് എച്ച്. പത്തനംതിട്ട യു. ആയില്യം ജനുവരി. ഇടുക്കി എൻ. ആർ
അനിഴം, യെസ്, ആലപ്പുഴ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.